സുമേ സുമേ എടി സുമേ എടി സുമേ എവിടെ പോയി കിടക്കുകയാണെന്നാ സുമ എവിടെ? അമ്മയെ അടുക്കളയിലൊന്നും കാണാനില്ല. അടുക്കളയിൽ കാണാനില്ലല്ലോ. പിന്നെ എവിടെ പോയി? ഞാനും അന്വേഷിക്ക. അവളെ അടുക്കളയിലെന്ന് മാത്രമല്ല ഈ വീട്ടിലോ പരിസരത്തോ ഒന്നും കാണാനില്ല. അവള് ജഗന്റെ വാടക വീട്ടിൽ തന്നെ പോയതായിരിക്കും. കർണാകര, നിന്റെ ഭാര്യയും കൂടി അവനോടൊപ്പം പോയാ അതിൽ പരം ഒരു നാണക്കേട് നിനക്ക് ഉണ്ടാകാനില്ല. അമ്മയ്ക്ക് ജഗനോട് കൂറുണ്ട്, സ്വന്തം മോനല്ലേ. പക്ഷെ ഇപ്പൊ അവർക്ക് ജഗനോടല്ല കൂറ്, അവരോടാ. അവരോടോ? ആരോട്? ആ നശിച്ച വന്ദനയോടും അവളുടെ വളർത്തു സന്തതിയോടും. അങ്ങനെയാണെങ്കിൽ അത് നിനക്ക് വലിയ ദോഷം ചെയ്യും. പഠിച്ച കള്ളിയാ വന്ദന, മനസ്സ് നിറയെ പകയുമായിട്ട് നടക്കുന്ന താടക. അവള് നിന്നെ നശിപ്പിക്കാൻ ആയുധമാക്കുന്നത് നീ താലി കെട്ടിയവളെ തന്നെ ആയിരിക്കും. അതെ അച്ഛ, ജോൾസിനെ ഭീഷണിപ്പെടുത്തി അച്ഛന്റെ മുന്നിൽ നാടകം കളിച്ച ബുദ്ധിയും അവളുടേതാ. അച്ഛന്റെ മുന്നില് അപ്പച്ചല്ലാതെ ഞാനോ അമ്മയോ ശബ്ദം ഉയർത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോ അമ്മ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവൾ ഒറ്റ ഒരുത്തിയ. നിക്ക്. എവിടെ പോയിരുന്നു? എടി, നിന്നോടാ ചോദിച്ചത് എവിടെ പോയിന്ന്. ഞാൻ എന്റെ മോനെ കാണാൻ പോയതാ. എന്നിട്ട് കണ്ടു. നല്ല മനസ്സോടെ അവനും അവന്റെ ഭാര്യ അവിടെ കഴിയുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞ പണം കുറച്ചു കുറവാണെങ്കിലും സ്വർഗീയ ജീവിതം. സ്വർഗീയ ജീവിതം അല്ലേടി? എന്നെ തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേടി? എന്റെ അറിവും സമ്മതവും കൂടാതെ പോയതും പോരാഞ്ഞ് എന്റെ മുന്നിൽ വന്നതെന്ന് അവനെ വാഴ്ത്തുന്നു. കൊള്ളാം. എന്നാ നീ ഒരു കാര്യം കൂടി കേട്ടോ. 10 മാസം ചുമന്നു പെറ്റതിന്റെ അവകാശവും പറഞ്ഞ് എന്റെ വാക്കും ധിക്കരിച്ച് അവന്റെ പിറകെ പോയാ പിന്നെ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. സത്യത്തിൽ അവിടെ അവർക്ക് സുഖമാണോ അമ്മേ?
പട്ടിണി കിടക്കുന്നവർക്കും നയാ പൈസ കയ്യിലില്ലാതെ ഇരന്ന് ജീവിക്കുന്നവർക്കും എന്ത് സുഖം. അമ്മ അവർക്കുള്ള ഭക്ഷണമായിട്ട് പോയതായിരിക്കും അല്ലേ? ഇങ്ങനെ ദുഃഖിച്ചും നരയിച്ചും എത്ര നാൾ ജീവിതം മുന്നോട്ട് പോവുമേ? നരകിച്ചും ദുഃഖിച്ചും ജീവിതം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാ മുന്നോട്ട് പോകും. കാരണം ഇതിനേക്കാൾ വലിയ നരക ദുഃഖത്തില് എന്റെ മൂത്ത മകൻ ജിതേന്ദ്രൻ ജീവിക്കുന്നുണ്ടല്ലോ. ഏ ആ എന്നെ ആക്ഷേപിച്ചപ്പോ അപ്പച്ചി എന്തോ ഒന്നും മിണ്ടാത്ത? എടീ, ഒന്നുമില്ലേലും കരുണാകരൻ കൈ വലിച്ച് അവളുടെ കരണത്തൊന്ന് പൊട്ടിക്കുന്നത് കാണാൻ പറ്റിയില്ലേ? കുത്തിയൊഴുകുന്ന പുഴ തടസ്സമായി നിൽക്കുന്ന പാറക്കല്ലിനെ തലോടി സുഖിപ്പിച്ചല്ല മുന്നോട്ടൊഴുകുന്നത്. ഇളക്കി മറിച്ചെടുത്ത് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടാ. എന്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇവനാ. കൈയും കാലും വെട്ടിയെടുക്കലല്ല, ഫിനിഷ് ഹിം. ഓക്കേ ഓക്കെ. ഇവൻ നിരഞ്ജൻ. സിറ്റിയിൽ എവിടെയെങ്കിലും മുന്തിയ ബാറിലോ ഹോട്ടലിലോ കാണും. സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളും റൂട്ടുകളും ഞാൻ ഫോണിലേക്ക് അയച്ചു തരാം. സാർ, ഇവന്റെ മരണവാർത്ത നിമിഷങ്ങൾക്കകം സാർ അറിയും. ശത്രുവിനെ നിസാറിനായി കാണുന്നവനാണ് നിരഞ്ജൻ. തോറ്റ് പിന്തിരിയരുത്. അവൻ കാടിറങ്ങിയ പുലിയാ. തന്ത്രവും ശക്തിയുമുള്ളവൻ. ആദ്യത്തെ അടിക്ക് വീഴ്ത്തിയിരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു സാർ. സമയം അധികമില്ല. നാളെ പരോള് തീരും. ക്യാഷ് പൂർണ്ണമായിട്ട് അക്കൗണ്ടിലിട്ടിട്ട് സാറ് വീട്ടിലേക്ക് വിട്ടോ. പറഞ്ഞ ക്യാഷൊക്കെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അത് ഉറപ്പുവരുത്തിയിട്ട് പണി തുടങ്ങിക്കോ. ശരി സാർ. സുചിത്രയാണല്ലോ. ഹലോ, പറയടി. രാത്രിയായിട്ടും കാണാത്തതുകൊണ്ട് വിളിച്ചതാ. എന്താ വൈകുന്നത്? വീട് പണിക്കുള്ള സിമെന്റും കമ്പിയൊക്കെ ഇന്ന് ഇറക്കും. കോൺട്രാക്ടർ കൊണ്ട് ഇറക്കുന്ന സാധനങ്ങളല്ലേ. സിമെന്റും കമ്പിയൊക്കെ നല്ലതാണോന്ന് നോക്കണ്ടേ? ഹാ, ഞാൻ പോയില്ലെങ്കിൽ അവർ പറ്റിക്കും. ലോഡ് ഇറക്കിയ ശേഷം ഞാൻ വരാം. നല്ല തുമ്മലുണ്ടല്ലോ. നാട് മുഴുവൻ പനിയാ. ഈ തുമ്മലും വെച്ച് സിമന്റിന്റെ പൊടിയും കൂടി അടിച്ചാ ആകെ വഷളായി പോവും. പ്രകാശേട്ടൻ ഇങ്ങ് പോരും. അവര് സിമന്റും കമ്പിയൊക്കെ ഇറക്കിയിട്ട് പൊയ്ക്കോട്ടെന്നേ. എടേ, കോൺട്രാക്ടർ ഒരു സെക്യൂരിറ്റിനെയും കൂട്ടി രാത്രി തന്നെ സിമന്റ് സൈറ്റിലെത്തിക്കണമെങ്കിലേ അതിലപ്പോ എന്തോ കള്ളത്തരമുണ്ട്. ചിലപ്പോ ലോഡിങ്ങാരെ പേടിച്ചിട്ടായിരിക്കും. 10 ചാക്ക് ഇറക്കുമ്പോൾ അതിൽ 2 ചാക്ക് കട്ട പിടിച്ചതാണെങ്കിലേ എത്ര രൂപ നഷ്ടാവും? പ്രകാശേട്ടാ, നിങ്ങൾ ഇവിടെ ലാഭിക്കുന്ന പൈസ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ആശുപത്രി കൊടുക്കേണ്ടി വരും. അന്ന് തുമ്മല് കൂടി ശ്വാസം മുട്ട് വന്നത് അറിയാലോ. ഇടേ, ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല. എന്റെ കയ്യിൽ മാസ്ക് കരുതിയിട്ടുണ്ട്. പോരാത്തതിന് ഹെൽമെറ്റും ഉണ്ട്. അത് ഞാൻ തലേന്ന് എടുക്കാനും പോകുന്നില്ല. പിന്നെങ്ങനെയാടി പൊടി കയറാം? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സിമന്റ് ഇറക്കാനുള്ള പണം ഇപ്പൊ എവിടുന്ന കിട്ടിയത്? പണത്തിന്റെ ഉറവിടത്തെ പറ്റി നിന്നെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പ്രകാശേട്ടന്റെ ഭാര്യ.
ചെലവാക്കുന്ന പണത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ അറിയണം. നാളെ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായാ നമ്മള് രണ്ടുപേരും പറയുന്ന മറുപടിക്ക് യോജിപ്പുണ്ടാവണം. ഓ, ഇത്തരം കുതന്ത്രങ്ങളെ ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ആരും പറഞ്ഞു തന്നതൊന്നുമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്നതല്ലേ. ആണോ? എന്നാലേ എന്റെ അമ്മായിയമ്മ, അതായത് നിന്റെ തള്ള, ലോറി കണക്കിന് പണേ ഇറക്കി തന്നു ശ്രീധനമായിട്ട്. എച്ചിട്ട് പൊടി. ആ, വന്ദനമ്മേ, ഇന്നെന്ത് കറി ഉണ്ടാക്കാൻ പോകുന്നേ? ആഹാ, ഇതാരീ ചോദിക്കുന്നേ? എന്റെ അമ്മായിയമ്മയോ? എന്ത് കറിയാന്ന് പറ. അല്ല, അമ്മായിയമ്മയ്ക്ക് എന്ത് കറിയാ വേണ്ടേ? പറഞ്ഞ ഞാൻ ഉണ്ടാക്കി തരാം. എന്താ അതുപോരെ? ദേ, തമാശ കളിക്കാൻ സമയമില്ല. ഏത് കറിയാ വേണ്ടേന്ന് വെച്ചാ പറ. മലക്കറി അരിഞ്ഞു തരാനാ. ആഹാ, അങ്ങനെയാണെങ്കിൽ സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞു വെക്കേ. ആ, മോളെ എടുക്ക്. ദേ കത്തിയാ, കൈമുറിയും. നമ്മൾ രണ്ടും ഒരു ടീമല്ലേ? ആ, മോക്ക് വേണ്ടി അങ്കിൾ എരിയും. ജഗൻ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്തിട്ടില്ലാത്ത ആളല്ലേ? രണ്ടാളും എഴുന്നേറ്റ് പോയി മുൻവശത്ത് പോയിരുന്നു. ആഹാരമൊക്കെ റെഡിയായി കഴിയുമ്പോഴേ ഞാൻ വിളിക്കാം. എനിക്കും മോൾക്കും വേണ്ടി വീട് വിട്ടിറങ്ങിയത് ഇപ്പൊ അബദ്ധമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? അതെ, ഒരു ഫീലിംഗ് ഉണ്ട്, അഭിമാനം. അതേ വന്ദനെ, ഞാൻ താലി കെട്ടിക്കൊണ്ട് വന്ന എന്റെ ഭാര്യയുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ മാറി താമസിച്ചത്. അതില് എനിക്കുള്ള ഫീലിംഗ് കുറ്റബോധമല്ല, അഭിമാന. ജഗനങ്കളിന് വന്ദനമ്മേ വലിയ ഇഷ്ടമാ. ജഗനങ്ങളിന് ഈ ദിയക്കുട്ടിയെ ഇഷ്ടമാ. ദിയമോൾക്ക് രണ്ടുപേരെ ഇഷ്ടമാ. ജഗ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് തോൽക്കാനാവരുത്, ജീവിച്ച് കാണിക്കണം. അതേ വന്ദനെ, എന്റെ തോൽവി കാത്തിരിക്കുന്നവരുണ്ട് ആ വീട്ടില്. അതുകൊണ്ട് തന്നെ ഞാൻ തോക്കില്ല. അവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയാ ഞാൻ മാത്രമായിരിക്കില്ല തോക്കുന്നത്, വന്ദനയും കൂടിയായിരിക്കും. ജഗ, ഇപ്പൊ കയ്യിലുള്ള ബുള്ളറ്റ് പണയം വെച്ച് വീടിന് അഡ്വാൻസും കൊടുത്തു, വീട്ടുപകരണങ്ങളും വാങ്ങി. ഇതിൽ തീരുന്നില്ല. ബാക്കിയിരിക്കുന്ന കാശും കൂടി തീരുമ്പോ മുന്നോട്ടുള്ള പോക്ക് ഒരു ചോദ്യചിഹ്നാവും. നമുക്ക് പട്ടിണി കിടക്കാം, പക്ഷേ കൂടി ഒരു കുഞ്ഞുണ്ട്. അവളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മോളാ ഇവള്. വന്ദനെ, ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ പട്ടിണിക്കിടുവോ? ദീമോൾ എന്റെ മോളാ. ജഗ, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. വന്ദനെ,
ഇത്രയും നാളും പൊതുപ്രവർത്തകനായിട്ട് നടന്നവനെ ഞാൻ. ഭാര്യ ജോലിക്ക് പോകുന്നത് കുറച്ചിലായിട്ടല്ല. എന്റെ വിയർപ്പിന്റെ അന്നം നിങ്ങൾ രണ്ടാളും കഴിക്കുന്നത് എനിക്ക് കാണണം. ജഗ, അതല്ല. ഈ അവസ്ഥയില് എനിക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ. വേണ്ട, പ്ലീസ്. അച്ഛൻ ഒരുപാട് വട്ടം നിർബന്ധിച്ചതാ അങ്ങോട്ട് ചെല്ലാം. വന്ദനയുടെ അച്ഛൻ എന്നെയും വിളിച്ചിരുന്നു. വന്ദനമ്മേ, നമുക്ക് അച്ഛനെയും അച്ഛമ്മയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? മോൾക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണോ? അവരെ മാത്രമല്ല, മുത്തശ്ശിയെയും സുചിത്രാന്റിയെയും ഗോകുലേട്ടനെയും വിനു അങ്കിളിനെയും ഒക്കെ കാണണം. പിന്നെ മനോജ് അങ്കിളിനെയും കാണണം. ആ, ഒരാളുടെ പേര് വിട്ടുപോയല്ലോ, പ്രകാശനങ്ങളുടെ. പ്രകാശ് അങ്കിളിനെയും കാണണം. പ്രകാശ് അങ്കിള് ചില സമയത്ത് പാവുക, ചില സമയത്ത് ദിയമോളെയും അച്ഛനെയും ഒക്കെ വഴക്ക് പറയും. നമുക്കേ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട്. അത് മതി. വന്ദനമ്മേ, ആ ഫോണിങ് എടുക്ക്, ഞാൻ അച്ഛമ്മേനെ വിളിച്ചിട്ട് വരാം. ഇനി ഇവിടെ നടന്നതൊക്കെ ഒരു പൊടി പോലും വിടാതെ അച്ഛമ്മയോട് പറയും. പാവം രാജകുമാരിയെ പോലെ വളരേണ്ട കുഞ്ഞ. എല്ലാം ഒരു വിധി. വന്ദനേ, ദിയമോള് ഒരു കുറവുമില്ലാതെ രാജകുമാരിയെ പോലെ തന്നെ നമ്മൾ വളർത്തും. എന്റെയും വന്ദനയുടെയും കൊട്ടാരത്തിലെ രാജകുമാരി. എത്തി 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 ഞാനേ സിമന്റ് ഇറക്കി വെക്കാം. സിമന്റ് എത്തി. യൂണിയൻകാരെത്തിയല്ലോ. ലോഡ് വേഗം വാ. വണ്ടി ഇറക്കട്ടെ. ഇറക്കാൻ പറ്റ കൂലി എത്രയെന്ന് പറയാം. 2000 രൂപ. അത് കൊള്ളാം. വെറും 5 ചാക്ക് സിമന്റ് 2000 രൂപയോ? അത് നടക്കില്ല. നിങ്ങൾ ഇറക്കണ്ട. തന്നെ ഇറക്കണോ? കാണട്ടെ. ഞാൻ ഇറക്കൂടാ. ഞാൻ ഇറക്കും, കാണിച്ചുതരാം. അപ്പൊ പിന്നെ തർക്കമില്ലല്ലോ. പിന്നെ സിമന്റിന് ആകെ 400 രൂപയുള്ളൂ. ഇറക്കുകൂലി 2000 രൂപ. എവിടത്തെ ഇടപെടാടോ? എന്താ സാറേ? ആകാശേ, സിമന്റ് വന്നു. ദേ, ഇറക്കാൻ 2000 രൂപ വേണമെന്ന് അവര് പറയണത്. 10ന്റെ പൈസ ഞാൻ കൊടുക്കില്ല. യൂണിയൻകാരുടെ ശല്യം ഉണ്ടായിരിക്കാനാ രാത്രി സിമന്റ് ഇറക്കിയത്. ഇവന്മാർ വന്ന് ചാടും ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും ഇവിടുത്തെ ഒഴിവാക്കും സാറേ. ദേ, ഒരു നയാ പൈസ ഞാൻ ഇവർക്ക് കൊടുക്കില്ല. സിമന്റ് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഒരു പ്രശ്നം തീർന്നല്ലോ. അല്ലേ? ഇയാൾ ഇറക്കുമോ തിരിച്ചു കൊണ്ടുപോകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ അവൻ വാരി തിന്നട്ടെ. തിന്നൂടാ, തിന്നും.
ഞങ്ങളെ ഇപ്പൊ പോവുക. പലിശ സഹിതം ഞങ്ങൾ മുതലാക്കിക്കോളാം. ആ മുതലാക്ക് ചെല്ല്. ഓ വാടാ. ആ അല്ല പിന്നെ ഡോ അവര് പോയി. തന്റെ സെക്യൂരിറ്റി എത്തിയില്ലേ? ഉണ്ട്. അയാളോട് വന്ന് ഈ ചാക്കൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പറ. ആ ശരി, പറയാം. ആ അല്ല പിന്നെ അതെ, എന്താ സാറേ? താനാ സിമന്റൊക്കെ നിറക്കി വെക്കും. അല്ല, ഞാനിവിടുത്തെ സെക്യൂരിറ്റി അല്ലേ സാറേ? ഓ, സെക്യൂരിറ്റിമാർ തന്നെ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാൻ... തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, നാളെ പോലെ താൻ വരണ്ട. വേണ്ട സാറേ, ഞാൻ തന്നെ എടുത്തു വെക്കാം. ആ എന്നാവാ. അയ്യോ ഡോ, ദേ ചാക്ക് താഴെ വീണ് പൊട്ടി. ആ കിളവൻ എന്ത് പോക്കരുതാണോ കാണിക്കണേ?